പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ചിന്തിക്കുന്ന ആളുകൾക്ക് പ്രചോദനമാണ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകൾക്ക് ഭക്തിയിലേക്ക് അവരെ അടുപ്പിച്ചു കൊണ്ടുവരുന്ന വേദഗ്രന്ഥമാണ്. ഇനി ഞാൻ പറയട്ടെ ഖുർആൻ പാരായണത്തിന്റെ സ്വഭാവം. ഖുർആൻ പാരായണം എത്ര ആളുകൾ ഇന്ന് ഖുർആൻ ഓതി? ഞാൻ ഓർക്കുകയാണ്, എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വിദേശ നാട്ടിൽ ജോലി ചെയ്യുന്നു. ആ സഹോദരന്റെ സ്വഭാവവും നടപടിയും ഞാൻ പകർത്തുകയുണ്ടായി. അയാളെ പരിപാടി എന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് സുബഹി സമയത്ത് നിസ്കരിക്കുന്നു. സുബഹിയുടെ മുൻപുള്ള 2 റക്അത്ത് സുന്നത്ത്, അതിനു മുൻപുള്ള തഹജ്ജുദ്, അതൊക്കെ പതിവായി നിസ്കരിക്കുന്ന ആ സഹോദരൻ നിസ്കാരം കഴിഞ്ഞ് എത്ര ക്ഷീണമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതാതെ ഒരൊറ്റ ദിവസവും കിടക്കുന്നില്ല. നമ്മളൊക്കെ വീട്ടിൽ മുസ്ഹഫ് ഉണ്ട്. എത്ര മുസ്ഹഫ് ഉണ്ട് സഹോദരന്മാരെ? മുസ്ഹഫ് എത്രയോ ഉണ്ട്. ഹജ്ജിന് പോയപ്പോൾ ബാപ്പ കൊണ്ടുവന്ന മുസ്ഹഫ് ഉണ്ട്, ഉമ്മ കൊണ്ടുവന്ന മുസ്ഹഫ് ഉണ്ട്. എക്സിബിഷൻ ആളിൽ ആകർഷകമായ ഒരു മുസ്ഹഫ് കണ്ടപ്പോൾ അത് വാങ്ങി. ആ മുസ്ഹഫൊക്കെ ഇങ്ങനെ മേശമേൽ കിടക്കുന്നു. ആ ഖുർആൻ ഒരു കൊല്ലം കൊണ്ട് ഒരു തവണയെങ്കിലും നമ്മൾ ഓതുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞതുപോലെ ഖറത്ത് ബിഹാ ഐനു ഖാരിഹാ ഫഖുൽതു ലഹു ലഖദ് ളഫിർത ബിഹബ്ലില്ലാഹി ഫതസിമീ. ഖറത്ത് ബിഹാ ഐനു ഖാരിഹാ, ഖുർആൻ ഓതുന്ന മനുഷ്യൻ്റെ കണ്ണ് കുളിർമയാവുകയാണ്. ആ ഖുർആൻ കൊണ്ട് ആ മനുഷ്യൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ്. ഖറത്ത് ബിഹാ ഐനു ഖാരിഹാ, ഖുർആൻ ഓതുന്ന മനുഷ്യൻ്റെ കണ്ണ് ഈറനണിയുകയാണ്. ആ ഖുർആൻ കൊണ്ട് എല്ലാം കൊണ്ടും അയാൾ സന്തോഷിക്കുകയാണ്. ഇതാര കലാമാണ്? തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. ഇത് അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥമാണ്. ഈ വേദഗ്രന്ഥത്തെ ഇതിലൊരു വരി പോലും ഹബീബായ നബിയുടെ വരിയില്ല. കഫാക ഫിൽ ഇൽമി ബിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ്യത്തി വതദീബി ഫിൽ യുത്മി. ബഹുമാനപ്പെട്ട ഇമാം ബൂസരി പിന്നെയും പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഒന്നുപോലും ഇതിൽ കൂട്ടിക്കുഴച്ചു പോയിട്ടില്ല. അങ്ങനെ ആരും ധരിക്കണ്ട. പ്രിന്റിംഗ് ഇല്ലാത്ത കാലം, ഒന്ന് എഴുതാൻ പേനയില്ലാത്ത കാലം, കടലാസില്ലാത്ത കാലം, ഖുർആൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ മറ്റൊരു ഭാഗത്ത് നബിയുടെ സംസാരം നടക്കുന്നില്ലേ? പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഖുർആൻ ഒരു ഭാഗത്ത് ഇങ്ങനെ അവതരിക്കുമ്പോൾ തന്നെ ആ ഖുർആന്റെ വിശദീകരണം നബി സ്വഹാബത്തിന് നൽകുന്നു. എന്നാൽ നബിയുടെ വായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു പദം ഖുർആനിലേക്ക് കൂട്ടിച്ചേർത്തിപ്പോയോ? ഒന്നും കൂട്ടിച്ചേർത്തിപ്പോയില്ല, ഒന്നും അതിൽ ഇടകലർന്നു പോയില്ല. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനെ നാമാണ് അവതരിപ്പിച്ചത്, നമ്മളത് സൂക്ഷിക്കും, അതാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ അതെല്ലാ ദിവസവും ആ സഹോദരൻ ഓതുന്നു എന്ന് മാത്രമല്ല, ഓതുന്ന ഭാഗം ഓരോ ദിവസവും ഒരു കടലാസിൽ എഴുതിയിട്ട് ആ കടലാസ് മുസ്ഹഫിന്റെ ഇടയിൽ അടയാളം വെക്കുന്നു. അങ്ങനെ 1 മാസമോ 2 മാസമോ കഴിയുമ്പോൾ ഒരു ഖത്മ് പൂർത്തിയാകുന്നു. ഖത്തം പൂർത്തിയായാൽ അന്നൊരു ചീരിണി നൽകൽ സുന്നത്താണ്. അന്ന് സ്വാലിഹീങ്ങളെ വിളിച്ച് ഒരു സദ്യ ഏർപ്പാട് ചെയ്യൽ സുന്നത്താണ്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട സദ്യകൾ 10 എണ്ണമാണ്. ആ 10 സദ്യകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സദ്യയാണ് ഖുർആൻ ഖത്തം തീർത്താൽ സ്വാലിഹീങ്ങളെ വിളിച്ച് ചെറിയ ആഹാരം ഉണ്ടാക്കി കൊടുക്കൽ. അങ്ങനെ ആ സഹോദരൻ്റെ കഥയാണിവിടെ പറയുന്നത്. സാധാരണക്കാരന് ഖുർആനുമായി ബന്ധപ്പെടാനുള്ള വലിയൊരു മേഖലയാണ് ഖുർആന്റെ പാരായണം. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിയമങ്ങൾ പാലിക്കണം. ആ നിയമങ്ങൾ തജ്വീദ് പ്രകാരം അങ്ങ് ഓതിയാൽ എന്ത് രസമാണ് ഖുർആന്റെ പാരായണം. നിങ്ങൾ നോക്കൂ, മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വലിയ പവർ അദ്ദേഹത്തിൻ്റെ ഖുർആന്റെ ഓത്തിന്റെ ശൈലിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയാൽ കേട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അതിലേക്ക് ആകർഷിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹിയുടെ ഖിറാഅത്ത് പോലെയായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പാരായണം. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു.
നന്നായി ഖുർആൻ ഓതുന്ന ഇമാമുകളെ പള്ളിയിൽ ഇമാമത്തിന് നിശ്ചയിക്കുകയും അങ്ങനെ അത്തരം ഇമാമുകളുടെ ഖുർആൻ പാരായണം മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ഇസ്ലാമിനോട് താല്പര്യം വളർത്തുകയും ചെയ്യാൻ നാം പ്രത്യേകം ഉത്സാഹിക്കേണ്ടതാണ്. ഒരു ദിവസം അതാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. കൊല്ലങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ പോകാൻ സന്ദർഭമുണ്ടായപ്പോൾ ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖാം ഉള്ള വലിയൊരു പള്ളിയുണ്ട് ഈജിപ്തിൽ. ഷാഫി ഇമാമിന്റെ ഖബറും ഖുബ്ബയും അറിയപ്പെടുന്ന വലിയ ഖുബ്ബയാണ്. ഖബറിന്റെ മുകളിൽ ഉയർത്തപ്പെട്ട ആ ഖുബ്ബ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾ എത്ര വലിയ മഹത്വമുള്ളതാണോ ആ മഹത്വത്തിന്റെ തോതനുസരിച്ചുള്ള ഷാഫി ഇമാമിന്റെ ആ വലിപ്പവും മഹത്വവും അനുസരിച്ചുള്ള അത്ര നല്ല ഗാംഭീര്യമുള്ള ഖുബ്ബയാണ് ഷാഫി ഇമാമിന്റെ ഖബറിന്മേലുള്ള ഖുബ്ബ എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ആ ഖുബ്ബ കണ്ടു, വളരെ സന്തോഷം തോന്നി. ആ ഖുബ്ബയുടെ അടുത്ത് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാമിനോട് ഇങ്ങനെ സ്നേഹം കൂടുകയാണ്. പടച്ചവനെ, എത്ര അധ്വാനിച്ച മഹാന്മാരാണ്, എത്രയാണ് അവർ കഠിനാധ്വാനം ചെയ്തത്. ആ ഷാഫി ഇമാമിന്റെ പള്ളിയുടെ പേര്, ആ മാർക്കറ്റിന്റെ പേര് അൽ ഇമാമു ഷാഫി. അങ്ങോട്ടുള്ള ബസ്സിന്റെ പേരും അൽ ഇമാമു ഷാഫി എന്നാണ്, ആ അങ്ങാടിയുടെ പേരും അൽ ഇമാമു ഷാഫി എന്നാണ്. അവിടെ ളുഹുറിന് എത്തി. നിസ്കാരമെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിന്റെ സമീപത്ത് ഒരു സാധു മുഅല്ലിം ഇരിക്കുന്നു. ആ മുഅല്ലിം എന്നെ വിളിച്ചു. താൻ ഓടി ചെന്നു. എന്താ സദസ്സ് എന്നറിയോ? ഖുർആൻ ഓതുകയാണ്. ഖുർആൻ പാരായണത്തിന്റെ മജ്‌ലിസാണ്. ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് ഖുർആനോട് അള്ളാഹു നമ്മളെ അടുപ്പിച്ചു തരട്ടെ. ആ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഖുർആൻ ഹിഫ്ളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ട് എന്നും പറഞ്ഞില്ല, ഇല്ല എന്നും പറഞ്ഞില്ല, ഖുർആൻ ഓതാം എന്ന് പറഞ്ഞു. ഇന്ത്യക്കാർക്ക്, കേരളീയർക്ക് പിന്നെ ഒരു സന്തോഷമുള്ളത്, നമ്മൾ ഖുർആൻ ഓതിയാൽ മിസ്രികൾ ഓതുന്നത് പോലെ ഭംഗിയിലും ഉച്ചാരണ ശുദ്ധിയോടും കൂടി ഓതാൻ കേരളീയർക്ക് കഴിയും. അതിൻ്റെ മുഴുവൻ പത്രാസും നമ്മളെ ഉസ്താദുമാർക്കുള്ളതാണ്. മദ്രസയിലെ 1-ലും 2-ലും 3-ലും ഒക്കെ പഠിപ്പിച്ച ആ ഉസ്താദ് വലിയ മഹത്വമുള്ള ഉസ്താദാണ്. കുട്ടികളെ മറന്നു പോകരുത്. നിങ്ങളൊരു പക്ഷേ സഖാഫി ആയിരിക്കാം, സാദി ആയിരിക്കാം, അഹ്സനി ആയിരിക്കാം, ബാക്കവി ആയിരിക്കാം, പക്ഷേ പഠിപ്പിച്ച ഉസ്താദ് ഇപ്പോഴും 1-ാം ക്ലാസ്സിലാണ്. നമ്മൾ സഖാഫി ബിരുദമെടുത്ത് നമ്മുടെ നാട്ടിൽ പെട്ടിയും ബാഗും കിതാബുമായി വന്നിറങ്ങിയപ്പോൾ മദ്രസയിലുണ്ട് ഇപ്പോഴും അയാൾ പഠിപ്പിക്കുന്നു ആ ബാ. അപ്പൊ നമ്മളിങ്ങനെ നോക്കൂ, ആരാണ്? നമ്മളെ മല്ലാക്ക. സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ്. സാധു മനുഷ്യൻ മൂപ്പർ ഇപ്പോഴും 1-ാം ക്ലാസ്സിലാണ്. നമ്മളാ ഒന്നൊന്ന് പഠിച്ച് കയറി എവിടെയെല്ലാമോ കയറി ഇറങ്ങി മദ്രസയിലെത്തിയിട്ടു അയാൾ ഒന്നില്ല. പക്ഷേ അയാൾ പഠിപ്പിച്ച ആദ്യത്തെ അക്ഷരം അതാണ് നമ്മളെ ജീവിതത്തിന്റെ തുടക്കം. അയാൾക്ക് അന്ന് നമ്മളെ ബാപ്പ ഒരു ഗുരുദക്ഷിണ നൽകിയിരുന്നു. അലിഫ് ചൊല്ലിക്കൊടുത്ത വകയിൽ ബാപ്പ മുഅല്ലിമിന് നൽകി. ആ ബാപ്പയുടെ സാന്നിധ്യത്തിൽ ആ ഉസ്താദ് നമ്മളെ തലയിൽ കൈവച്ച് നമുക്ക് വേണ്ടി മന്ത്രിച്ചു തന്നു. ആ ഒരൊറ്റ പവർ കൊണ്ടാണ് നമ്മൾ നന്നായത് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഉസ്താദുമാരെ മറന്നു പോകരുത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സന്ദർഭത്തിൽ ഖുർആൻ ഓതാമോ ഞാൻ ഓതിക്കൊടുത്തപ്പോൾ ആ മനുഷ്യന്, മിസ്രിയായ ആ സഹോദരന് വളരെ സന്തോഷം തോന്നി. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, റബ്ബേ, ഖുർആൻ ഹിഫ്ളും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഷാഫി ഇമാമിന്റെ മഖാമിന്റെ സമീപത്ത് വലിയൊരു സന്തോഷമാകുമായിരുന്നു. പക്ഷേ ആ ഭാഗ്യം ഉണ്ടായില്ല. ഇപ്പോഴും അതിൻ്റെ പേരിൽ ഖേദത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമുള്ള കാര്യം ഖുർആൻ കാണാതെ പഠിച്ചില്ലല്ലോ എന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഈ മജ്‌ലിസ് വലിയ നല്ല മജ്‌ലിസാണ്. മുഅ്മിനീങ്ങളെ, ഖുർആൻ നമ്മൾ ഹിഫ്ളാക്കാൻ വേണ്ടി കുട്ടികളെ നമ്മൾ പറഞ്ഞേക്കണം. ഒരു മകൻ സ്കൂളിൽ പഠിക്കുന്നു, മറ്റേ കുട്ടി ഖുർആൻ ഒന്ന് പഠിക്കട്ടെ, അവനെ ഹിഫ്ളുൽ ഖുർആനിലൊന്ന് ചേർത്തി നോക്കൂ, അവനൊരിക്കലും പരാജയപ്പെടുകയില്ല. മഹാനായ ബൂസിരി ഇമാം പറഞ്ഞല്ലോ, ഇൻ തത്ലുഹ ഖീഫത്തൻ മിൻ ഹർരിനാരി ലള അത്ഫ തഹറലള മിൻ ബിർദിഹ ശബമി. ആ ജഹന്നം എന്ന നരകത്തിന്റെ അദാബില്ലേ, ആ എത്രയാണ് അദാബ്, ആർക്കെങ്കിലും സഹിക്കാൻ കഴിയുമോ? എത്ര മടങ്ങാണ് അതിൻ്റെ ചൂട്. സുബ്ഹാനല്ലാഹ്,
അൻതും ലഹാ വാരിദൂൻ. നിങ്ങളൊക്കെ ആ നരകത്തിൽ പോകേണ്ടി വരും. സിറാത്തിലൂടെ കടക്കുമ്പോൾ അതിൻ്റെ മണമേൽക്കാതെ, ആ ഗന്ധം അല്പമൊന്നും അറിയാതെ ഒരൊറ്റ കുട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയുകയില്ലല്ലോ. ആ ജഹന്നമെന്ന നരകത്തിൻ്റെ ബേജാറ് മനസ്സിൽ കടന്നപ്പോൾ അതിനെന്തുണ്ട് പരിഹാരം? ഗവേഷണം അതിന് പരിഹാരമല്ല, അന്വേഷണം അതിന് പരിഹാരമല്ല. ആകാശഭൂമികളെ പറ്റിയുള്ള ചിന്ത കൊണ്ടൊന്നും ജഹന്നമെന്ന നരകത്തെ പറ്റിയുള്ള വേദന മനസ്സിൽ പൂർത്തിയാവുകയില്ല. ആ വേദന പൂർത്തിയാകാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ എടുത്ത് ഓതുകയാണ്, അത് കേൾക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറയുന്നു, ഇബ്നു മസ്ഊദേ നീ ഒന്ന് ഓതൂ. ഇബ്നു മസ്ഊദ് അങ്ങ് ഓതാൻ തുടങ്ങി. സൂറത്തുൻ നിസാ ആണ് ഓതുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വേളയിൽ ഇബ്നു മസ്ഊദ് ഓദിക്കുന്നു, അഖറഉ വഅലൈക ഉൻസിലൽ ഖുർആൻ. ഓ നബിയെ, ഖുർആൻ അല്ലാഹ് നിങ്ങൾക്കല്ലേ അവതരിപ്പിച്ചത്, പിന്നെ ഞാൻ എന്തിനത് പാരായണം ചെയ്യണം? ഹബീബായ നബിയുടെ മറുപടി, നീ ഒന്ന് ഓതൂ ഇബ്നു മസ്ഊദേ. ശിഷ്യന്മാരോട് പറഞ്ഞാൽ, ഉസ്താദുമാർ പറഞ്ഞാൽ അത് കേൾക്കണം, ഉമ്മയും ബാപ്പയും പറഞ്ഞാൽ അനുസരിക്കണം, അരുത് എന്ന് പറയരുത്. ഖുർആൻ എന്ന് ഓതൂ എന്ന് പറഞ്ഞാൽ ഓതണം, രാവിലെ ഓതാൻ പറഞ്ഞാൽ ഓതണം, വയലിൻ്റെ മജ്ലിസിൽ പോകൂ എന്ന് പറഞ്ഞാൽ പോകണം. അതെല്ലാം അനുസരണമാണ്, അച്ചടക്കമാണ്. ഇബ്നു മസ്ഊദ് ഓതാൻ തുടങ്ങി. കുറേ ഓതിയപ്പോൾ വകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ. ഓ നബിയെ, സർവ്വജനങ്ങളും മഹ്ശറാ ലോകത്ത് ഹാജരാകുന്ന സന്ദർഭം, വളരെ ബേജാറോടുകൂടി വരുന്ന സന്ദർഭം, അവരെ കഴിഞ്ഞകാല ജീവിതത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും റെക്കോർഡാക്കി ഒരു ചിപ്പായി അവരെ കയ്യിൽ കൊടുക്കുന്ന സമയം വന്നാൽ വകൈഫ ഇദാ ജിനാ ബിക, ആ മജ്ലിസിലേക്ക് നിങ്ങളെയും റബ്ബ് കൊണ്ടുവരും. നിങ്ങൾ അവിടെ ഹാജരായിട്ട് നിങ്ങൾ അവിടെ സാക്ഷിയായി നിൽക്കുന്നൊരു സമയം വരാനുണ്ട് എന്ന വചനം അവതരിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ നബി ഇങ്ങനെ കേൾക്കുകയാണ്. നബി തങ്ങൾ കരയുകയാണ്. ഇബ്നു മസ്ഊദിനോട് അവിടുന്ന് പറയുന്നു, കഫാ കഫാ, മതി മതി, നീ നിർത്തുക. ഇൻ തത്ലുഹാ ഖീഫതൻ മിൻ ഹർരി നാരി ലളാ അത്ഫഅ തഹറലളാ മിൻ വിർദിഹ ശബിമി. ഇൻ തത്ലുഹാ, ആ ഖുർആനെ നീ പാരായണം ചെയ്താൽ, ഖീഫത്തൻ, പേടിച്ചിട്ട് നീ ഓതിയാൽ. ഈ ഗവേഷണത്തിന് വേണ്ടിയല്ല ഖുർആനെ അല്ലാഹ് അവതരിച്ചത്, ചിന്തിക്കാൻ വേണ്ടി മാത്രമല്ല, അന്വേഷിക്കാൻ വേണ്ടി മാത്രമല്ല, കരയാൻ വേണ്ടി കൂടിയാണ് ഖുർആനെ അവതരിപ്പിച്ചത്. ഇന്ന് രാത്രി തന്നെ പാതിര സമയത്ത് ഒന്ന് ഓതി നോക്കൂ. അത് ഓതാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ്. ഒരു കൊല്ലത്തിലെ ഏറ്റവും നല്ല ദിവസം, ഓതാൻ നല്ല ദിവസം അറഫാ ദിനമാണ്. മാസമാകട്ടെ ഏറ്റവും നല്ല മാസം റമദാനാണ്. സമയമാകട്ടെ സുബഹിന്റെ ശേഷമുള്ള സമയമാണ്. പാതിര സമയവും തിരഞ്ഞെടുക്കാം, നിസ്കാരത്തിൽ ഓതാം. അങ്ങനെ ഓതിയാൽ ആ ജഹന്നമെന്ന നരകത്തിന്റെ ചൂട് നിനക്ക് തണുപ്പായി അനുഭവപ്പെടുന്നതാണ് മോനെ. നിനക്കത് വളരെ ആശ്വാസമുള്ളതായി മാറും. കുനീ ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് ആ തീ തണുപ്പായി അനുഭവപ്പെട്ടതുപോലെ ജഹന്നമിനെ പറ്റി ആ ബോധം നിന്റെ മനസ്സിൽ വരുമ്പോൾ ആ ജഹന്നമിലേക്ക് കടക്കാതെ രക്ഷപ്പെടാനുള്ള വഴികൾ അള്ളാഹു നിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു തരുന്നതാണ്. അങ്ങനെയാണ് ഫുദൈൽ ഇബ്നു ഇയാദ് നന്നായതെന്ന് ചരിത്രം നോക്കിയാൽ കാണാം. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് അത്ര ലെവലൊന്നുള്ള ആളല്ല. പിന്നീട് ചരിത്രത്തിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി കേൾക്കുമ്പോൾ, നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് ഏറ്റവും നല്ല മനുഷ്യനാണ്, വലിയാണ്, സ്വാലിഹാണ്, വലിയ ഉന്നതനായി മാറിയെങ്കിലും തുടക്കത്തിൽ ആ ഫുദൈൽ ഇബ്നു ഇയാദിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ കാണാം, ആദ്യകാലത്ത് അദ്ദേഹം മുസ്ലിം ആയിരുന്നുവെങ്കിലും അദ്ദേഹം കൊള്ളക്കാരനായിരുന്നു. വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളെ തടഞ്ഞു വെച്ച് അവരോട് കേശൊക്കെ തട്ടിയെടുക്കും. ജനങ്ങൾ പൈസ ഉള്ള ആളുകളെ പിടിച്ച് അവരെ പൈസ എല്ലാം വാങ്ങി വെക്കുക. നമ്മളേതെല്ലാം വഴിയിലൂടെ കടന്നു വന്നവരാണ്. എത്ര ആളുകളെ നമ്മൾ വേദനിപ്പിച്ചു, എത്ര ആളുകളെ നമ്മൾ വിഷമിപ്പിച്ചു, എന്തെല്ലാം ഹറാമുകൾ നമ്മൾ ചെയ്തു.
അതെല്ലാം നമ്മളെ മനസ്സിലൂടെ ഒന്നും കടത്തിവിട്ടാൽ വേറെ ആരും വേണ്ട, ഒന്നും വേണ്ട. നമ്മളെ കൽബ് നന്നാവാൻ ആ ഒരു ചിന്ത മാത്രം മതി. ഫുളൈൽ ഇബ്നു ഇയാദ് ഖാത്തിയു തരീഖായി ജീവിച്ചു, കള്ളനായി കൊള്ളക്കാരനായി ജീവിച്ചു. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയം പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു സദസ്സ് കാണുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് ആ സദസ്സിലൂടെ കടന്നു വരുമ്പോൾ അന്ന് ഉസ്താദ് പാരായണം ചെയ്യുന്ന ഭാഗം സൂറത്തുൽ ഹദീദ് എന്ന അധ്യായത്തിലെ ഒരായത്താണ്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ് ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. സൂറത്തുൽ ഹദീദ് ആ അധ്യായത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, അലം യഅ്നി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സമയം അടുത്തില്ലയോ, അൻ തഖ്ശഅ ഖുലൂബുഹും, അവരെ കൽബിൻ്റെ ഉള്ളിൽ പേടി കടക്കാൻ സമയമായില്ലയോ. ബാപ്പ വലിയ ഉസ്താദായിരുന്നു, ബാപ്പ പണ്ഡിതനായിരുന്നു, ബാപ്പ ഹാജി സാഹിബായിരുന്നു, ബാപ്പയാണ് പള്ളിക്ക് സ്ഥലം കൊടുത്തത്, ബാപ്പൻ്റെ സ്ഥലത്താണ് മദ്രസ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന മനുഷ്യ, നിന്റെ കൽബിൻ്റെ ഉള്ളിലേക്ക് ഭക്തി എന്താണ് കയറാത്തത്? പേടി എന്താണ് വരാത്തത്? ഒരു തെറ്റായ വിഷയം ചെയ്തതിൻ്റെ പേരിൽ എന്താണ് നീ ഖേദിക്കാത്തത് എന്ന് ഉസ്താദ് വഅദ് പറയുമ്പോൾ പ്രസംഗിക്കുന്നത് ഞാനല്ല, ഇക്കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഉസ്താദല്ല, പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു പണ്ഡിതനാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, പർദ്ദ ധരിക്കാതെ, ശരീരത്തിൽ മറക്കേണ്ട ഭാഗം മറക്കാതെ തോന്നിയാസികളായി നടന്നാൽ നമ്മൾ നന്നാകുമോ എന്ന് നിങ്ങൾ പിന്നെയും ആലോചിക്കണം. അങ്ങാടിയിൽ ഷോപ്പിങ്ങിന് വേണ്ടി പകുതി മറച്ചും പകുതി മറക്കാതെയും തെണ്ടി നടക്കുകയാണ്. ഭർത്താവ് ഗൾഫിലാണ്, ആ ഭർത്താവ് അയക്കുന്ന പണം കൊണ്ട് എന്ത് തോന്നിയാസവും ചെയ്യാമെന്നാണോ പെണ്ണെ നീ വിചാരിക്കുന്നത്? സൂറത്തുൽ ഹദീദിലെ ഈ ഒരായത്ത് നിന്റെ കൽബ് തുറപ്പിക്കണം, നിന്റെ കണ്ണ് തുറപ്പിക്കണം. അതാണ് അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പടച്ച റബ്ബിനെ പറ്റിയുള്ള പേടി എന്താണ് കൽബിൽ വരാത്തത്? ഈ ഒരൊറ്റ ആയത്തങ്ങ് കേൾക്കുമ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദിന്റെ മനസ്സ് അതാ പേടിച്ചു പോയി. അങ്ങേയറ്റത്തെ പേടിയുടെ പേരിൽ ഫുളൈൽ ഇബ്നു ഇയാദ് അതാ ആ സദസ്സ് വിട്ടുപോയപ്പോഴേക്ക് കുറേ കരഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങാൻ തീരുമാനിച്ചു. ലോകപ്രശസ്ത പണ്ഡിതനാണ്, വലിയ വലിയാണ്, സ്വാലിഹാണ്. ഈ പദവിയിലേക്ക് അയാൾ ഉയരാനുള്ള കാരണം ഖുർആന്റെ മജ്ലിസാണ്, ഖുർആൻ പ്രഭാഷണത്തിന്റെ മജ്ലിസാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സിലൊരാൾ ആത്മാർത്ഥതയോടുകൂടി പങ്കെടുത്താൽ ആ മനുഷ്യന് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ ചെറുതല്ല, വളരെ വലുതാണ്. ഞാൻ ഉദാഹരണത്തിന് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇവിടെ എണ്ണിപ്പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഖുർആൻ ഒരു മനുഷ്യൻ പതിവായി ഓതിയാൽ ആ മനുഷ്യന് കിട്ടാൻ പോകുന്ന സന്തോഷം, അവൻ്റെ മുഖം ഓറഞ്ച് പോലെയായി മാറും, അവൻ്റെ സ്വഭാവം മധുരനാരങ്ങ പോലെയായി മാറും. പറയുന്നത് മസലുല്ലദീ യഖറഉൽ ഖുർആന കമസലിൽ ഉത്റുജി തഅമുഹു ത്വയ്യിബുൻ വരീഹു ത്വയ്യിബുൻ സദഖ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ പറയുന്നു, മസലുല്ലദീ യഖറഉൽ ഖുർആൻ, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ, പതിവായി ഓതിയാൽ, മസലുഹു അവൻ്റെ ഉദാഹരണം കമസലിൽ ഉത്റുജ് മധുരനാരങ്ങ പോലെയാണ്, ഓറഞ്ച് പോലെയാണ് ഖുർആൻ ഓതുന്നവൻ്റെ ഉദാഹരണം. കളർ ആകർഷകമാണ്, മധുരമുണ്ട്, സ്വാദുണ്ട്, അതിൻ്റെ ചുളകൾ ഒന്നും ചീഞ്ഞതല്ല, നാറിയതല്ല, കെട്ടതല്ല. അത്തരം ഓറഞ്ച് പോലെയാണ് ഖുർആൻ ഓതുന്നവൻ്റെ ഉദാഹരണം. അവൻ്റെ വീട് സന്തോഷത്തിലാണ്, അവൻ്റെ കുടുംബം സന്തോഷത്തിലാണ്, അവൻ്റെ കച്ചവടം റാഹത്തിലാണ്, അവരുടെ വാഹനം വാങ്ങിയിട്ടുണ്ട്, ആ വാഹനത്തിൽ ആ ടാക്സി ആയിട്ടതാണ്, ആ ടാക്സിയിൽ എപ്പോഴും ആൾ വന്ന് അന്വേഷിക്കും, നിങ്ങളെ വണ്ടി ഫിറ്റാണോ? ഫിറ്റാണ്. എങ്ങോട്ടാണ്? ഒന്ന് പെരിന്തൽമണ്ണ വരെ പോകാൻ റെഡി. അയാളെ വണ്ടിക്ക് ഓർഡർ, എപ്പോഴും ഓർഡർ. അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാൾ പത്രാസുള്ള വേറൊരു വണ്ടിയുണ്ട്, ആ വണ്ടിയുടെ അടുത്തൊക്കെ ആൾ വന്ന് അയാൾ മടങ്ങിപ്പോവുകയാണ്. എന്താ കാരണം? ഒരാൾ ഖുർആൻ ഓതുന്നു, അവൻ ഓറഞ്ച് പോലെയായി. അതുകൊണ്ട് അവൻ്റെ വണ്ടിക്ക് മാർക്കറ്റ്, അവൻ്റെ കാർ എല്ലാവരോടും നക്കി തിന്നുക എന്ന മേനക്കല്ല നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അയാൾ എവിടെയും മാർക്കറ്റാണ്, അയാൾ എവിടെയും തള്ളിപ്പോവുകയില്ല. അതാണ് സിദ്ദീഖുൽ അക്ബറിൻ്റെ പവർ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പവർ അതാണ്.
എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം എത്രയാണ്? ആ മഹത്വം ഞാൻ ആ ചരിത്രമൊന്നും ഇവിടെ പറയുന്നില്ല. വലിയ മഹത്വമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്ന ആളായിരുന്നു. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഖുർആനോട് അടുക്കാൻ, ആ ഖുർആനെ സ്നേഹിക്കാൻ, ആ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, ഖയ്യിമൻ, ഈ വേദഗ്രന്ഥം രക്ഷകനാണ്, നിങ്ങളെ രക്ഷിക്കും. ഖുർആൻ നിങ്ങളെ രക്ഷിക്കും, എല്ലായിടത്തും നിങ്ങളെ രക്ഷിക്കും. കഴിഞ്ഞ കുറേ കൊല്ലം മുൻപ് എൻ്റെ നാട്ടുകാരനായ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആരാണ് ആ ഖബറിൽ എനിക്കുണ്ടാവുക? എൻ്റെ ഭാര്യ അവിടെയില്ല, മക്കളില്ല. ഒരു ബെല്ലടിച്ചാൽ ഓടി വരുന്ന ഭാര്യ ഖബറിൽ കിട്ടുകയില്ലല്ലോ, മക്കളെ നമുക്ക് അവിടെ കിട്ടുകയില്ലല്ലോ. എന്താണ് ഖബറിലെ ഹാല്? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു കൊടുത്തു, അൽ ഖുർആനു ശഫീഉൻ, ഖുർആൻ ശുപാർശ ചെയ്യുന്നതാണ്, ഖുർആൻ രക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് നന്നായി ഖുർആൻ ഓതിയാൽ ആ ഖബറിൽ ഖുർആൻ തന്നെ രക്ഷിക്കും. മാത്രവുമല്ല, ഖുർആൻ സമൂഹത്തെ രക്ഷിക്കുന്ന രക്ഷകനാണ്. ഖുർആൻ രക്ഷകനാണ്, ഖുർആൻ ഖയ്യിമാണ്. ആ ഖുർആൻ എല്ലാവരെയും രക്ഷിക്കും. പാവപ്പെട്ടവരെ ഖുർആൻ രക്ഷിക്കും. സാധുക്കളോട് ഖുർആൻ അനുകമ്പയാണ്, മിസ്കീന്മാരോട് അനുകമ്പയാണ്. കാലില്ലാത്തവനോടും കൈയില്ലാത്തവനോടും അംഗവൈകല്യമുള്ളവനോടും ഖുർആന് സ്നേഹമാണ്. നിങ്ങൾ നോക്കൂ, ആ കടന്നു വരുന്നത് ആരാണ്? അയാളെ നിങ്ങളറിയോ? ഇല്ല. എന്നാൽ ഞാൻ പേര് പറഞ്ഞു തരാം. അയാൾക്ക് കണ്ണുണ്ടോ? 2 കണ്ണുമില്ല. അയാൾ ആരാണ്? അയാളെ പേരെന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ രക്ഷിച്ചത് വേദഗ്രന്ഥമായ ഖുർആനാണ്. ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെ? മദീനത്തെ പള്ളിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ടെങ്കിലും യാത്ര പോയാൽ ആ മദീനത്തെ പള്ളിയിലെ മിഹ്റാബിൽ ആരാണ് ഇമാമത്ത് നിൽക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമാണ്. ഉമ്മമാരെ, കണ്ണില്ലാത്ത മനുഷ്യന് സ്ഥാനം നൽകിയ വേദഗ്രന്ഥം കണ്ണില്ലാത്തവന് ഇന്ന് ലോകത്ത് അംഗീകാരമുണ്ടോ? അവനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എന്നാൽ ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ഉന്നതമായ സ്ഥാനത്തേക്ക് അതാ പരിശുദ്ധ ഖുർആൻ ഉയർത്തിക്കൊണ്ടുവന്നു. അതിൻ്റെ ചരിത്രം ഞാനിവിടെ വിവരിക്കുന്നില്ല. അൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഒരു വലിയ സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിൽ വലിയ പണക്കാരും പ്രമാണിമാരുമാണുള്ളത്. പ്രമാണിമാരെ ഇസ്ലാമിന് ആവശ്യമുണ്ട്, പണക്കാരെ ഇസ്ലാമിന് ആവശ്യമുണ്ട്. കാരണം നിങ്ങളുടെ പണം ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതുകൊണ്ട് വലിയ ഗുണങ്ങൾ ലഭിക്കും. ലഘുലേഖകൾ അടിച്ച് വിതരണം ചെയ്യാൻ, പ്രഭാഷണത്തിൻ്റെ ചെലവുകൾ വഹിക്കാൻ, പള്ളി ഉണ്ടാക്കാൻ, മദ്രസ നിർമ്മിക്കാൻ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിനൊക്കെ പണക്കാർ വേണ്ടേ? ആ പണക്കാരെ വിളിച്ച് അവരോട് നല്ല ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ റൂമിൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്വഹാബി വരുന്നു. കണ്ണില്ലാത്ത സ്വഹാബി വരുന്നു. ഈ സദസ്സിൽ ആരെല്ലാം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം വാതിലിനൊന്ന് മുട്ടി, ഒന്ന് സലാം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ സലാം ആ റൂമിൽ കഴിയുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടില്ല, അറിഞ്ഞില്ല. ഉടനെ തന്നെ ആ മനുഷ്യന് വളരെ ബേജാറായി. അയാളിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ സാധുക്കളായ അംഗവൈകല്യമുള്ളവരായ നമ്മൾ ഈ നബിയെ വല്ലാതെ സ്നേഹിച്ചു, നബിക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു, നബിയെ നമ്മൾ നെഞ്ചിലേറ്റി, ഖുർആനെ നമ്മൾ മഹബത്ത് വെച്ച് ഇത്രയെല്ലാം സ്നേഹിച്ച് നടക്കുന്ന നമ്മൾ ഒരു സന്ദർഭത്തിൽ ആ സദസ്സിൽ വന്ന് വാതിലിന് മുട്ടിയിട്ട് ഒന്ന് സലാം മടക്കാനോ ഒന്ന് മിണ്ടാനോ ആരുമുണ്ടായില്ലല്ലോ എന്ന ബേജാറോടുകൂടി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ആ സദസ്സിൽ നിന്ന് ഇറങ്ങിയതാ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഹബീബായ നബിയുടെ സമീപത്ത് വന്ന് ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾ അറിഞ്ഞോ? ഒരു വിവരം നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ ഏറ്റവും അടുത്ത ആ വികലാംഗനായ സഹോദരൻ നിങ്ങളെ റൂമിൻ്റെ അടുത്ത് വന്ന് മുട്ടിയിട്ട് അതിനൊരു മറുപടിയും കിട്ടാതെ ആയപ്പോൾ വേദന കൊണ്ട് നിരാശ കൊണ്ട് അയാൾ തിരിഞ്ഞതാ പോകുന്നുണ്ട്.
ഉടനെ തന്നെ വേണ്ടത് ചെയ്തു കൊള്ളണം. ജിബ്രീൽ അതാ ആയത്തുമായി വരുന്നു. അബസ വതവല്ല അൻ ജാഅഹുൽ അമാ. ഈ ആയത്തിന്റെ അർത്ഥം അറിയാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള അർത്ഥം അബസ വതവല്ല അൻ ജാഅഹുൽ അമാ. ആ വികലാംഗനായ സ്വഹാബി വന്ന സമയത്ത് വേണ്ടത്ര ശ്രദ്ധിക്കാൻ ഹബീബായ നബിയെ താങ്കൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ മറ്റൊരു വിഭാഗവുമായി ചർച്ചയിലായതുകൊണ്ട് ആ വന്ന മനുഷ്യന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. നബിയെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ഉടനെ തന്നെ അതാ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന്റെ അടുത്തേക്ക് അവിടുന്ന് ഓടുകയാണ്. ഓടിയിട്ട് വിളിക്കുന്നു, യാ അബ്ദുല്ലാഹ്, വരൂ വരൂ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അതാ തിരിച്ചു വരികയാണ്. കൊല്ലങ്ങൾ പലത് കഴിഞ്ഞ് ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഇന്ന് എവിടെയാണ് ഉമ്മമാരെ? സ്വർഗത്തിലാണ്. ഖാദിസിയ സമരം നടക്കുമ്പോൾ ബഗ്ദാദിലേക്ക് അതാ പുറപ്പെടുന്നു. ബഗ്ദാദിലേക്ക് പുറപ്പെടുകയും അവിടെ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹത്തോടുകൂടി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വന്ന് പറയുകയാണ്, എൻ്റെ ജീവിതമൊക്കെ അവസാനിക്കാൻ സമയമായി, എനിക്കൊരു ഷഹാദത്ത് കിട്ടാൻ വലിയ പൂതിയുണ്ട്. ഹബീബായ നബിൻ്റെ മജ്‌ലിസിൽ എത്രയോ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ വിഷയത്തിൽ റബ്ബ് ഖുർആൻ്റെ വചനം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും എൻ്റെ മനസ്സിൽ ദാഹം തീരുന്നില്ല. ആ ഖാദിസിയ സമരത്തിൽ പങ്കെടുക്കാൻ സഅദ് ഇബ്നു അബീ വഖാസ് അനുവാദം നൽകുകയും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഖാദിസിയയിൽ ഷഹീദാവുകയും ചെയ്യുന്നു റളിയല്ലാഹു അൻഹു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മസ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. വികലാംഗന്മാർ സമൂഹത്തിലെ ദുർബല വിഭാഗമാണ്. അവരെ ഖുർആൻ വേണ്ടതുപോലെ പരിഗണിച്ചു. ബസ്സിൽ തൽക്കാലം സീറ്റ് കൊടുത്താൽ അടങ്ങുന്നതാണോ വികലാംഗന്റെ വികാരം? അല്ല. വികലാംഗൻ എപ്പോഴെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തത് കൊണ്ട് മാത്രമായോ പോരാ. അവന് വേണ്ടത് പരിഗണനയാണ്, അവന് വേണ്ടത് ആദരവാണ്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം വരുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശരീരത്തിലുള്ള തട്ടമെടുത്ത് ഇബ്നു ഉമ്മി മക്തൂമിന് വിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇബ്നു ഉമ്മി മക്തൂമേ, നിങ്ങൾ ഈ തട്ടത്തിൽ ഇരിക്കണം. ഇബ്നു മക്തൂം ഇങ്ങനെ ആലോചിക്കും, പടച്ചവനെ, ആരാണിത്? ആരാണ് എന്നെ ബഹുമാനിക്കുന്നത്? ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ അഷ്റഫുൽ വറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ആദരിക്കുകയാണ്.